ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്റ്റീവുട്ടൻ്റെ സ്കൂളിലേക്ക് ഒരു പരിപ്പ് കറി കൊടുത്തുവിടാൻ പോവാണ്. അതിനായിട്ട് ഞങ്ങൾ കൊല്ലം സ്റ്റൈലിൽ ചെയ്യുന്ന രീതിക്കാണ് പരിപ്പ് ചെയ്യുന്നത്. അതായത് എൻ്റെ വീട്ടിൽ അമ്മച്ചിയൊക്കെ ചെയ്തു തരുന്ന രീതിക്ക്. അതായത് പയറ് രാത്രിയിൽ ഇത് മമ്മി കുതിർക്കാനിട്ടതാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ മമ്മിയാണ് കുതിർക്കാനിട്ടുണ്ട്. അതിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ടു. ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, അത് കണക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്. അതുകൊണ്ട് ഞാൻ അധികം എരിയൊന്നും ചേർക്കുന്നില്ല. ഒരു പകുതി പച്ചമുളക്, ഒരു ചെറിയൊരു പച്ചമുളക്, അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇന്ന് സ്റ്റീവിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ ഐറ്റം ഇതാണ്, പരിപ്പ് കറി. അപ്പം കൊല്ലം സ്റ്റൈൽ, അതായത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. എല്ലാം നമ്മൾ പയറിൻ്റെ കൂടെ, ചെറുപയറിൻ്റെ കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കും. ഇനി നമുക്ക് അരപ്പിതിന് വേണ്ടിയിട്ട് ആട്ടിയെടുക്കാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുക്കർ കയറ്റിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം തേങ്ങ, അതിലേക്ക് 2 ചെറിയ പച്ചമുളകാണ് അത് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ജീരകം ചേർക്കാം. അത് കണക്കന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ശരിക്കും പയറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പരിപ്പ് കറി കുറച്ച് പച്ചേനേക്കാളും മഞ്ഞ കളറിലിരിക്കുന്നത് അത് ഇഷ്ടം. യഥാർത്ഥത്തിൽ കൊല്ലത്താണെങ്കിൽ കുറച്ചും കൂടെ എല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് വരും. ഓക്കെ, അങ്ങനെ അരപ്പ് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം. പരിപ്പിൻ്റെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി അരപ്പ് ചേർക്കാം. പരിപ്പിലേക്ക് അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച്, വെളിച്ചെണ്ണയല്ല, ഞാൻ മറ്റേ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ് കടുക് വറുക്കാൻ. എൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്താണ് ഞാൻ കടുക് വറുക്കുന്നത്. കടുക് സദ്യക്കാണല്ലോ, അപ്പം നെയ്യ് എനിക്ക് എല്ലാത്തിനും പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കടുക്, ഉള്ളി, വറ്റൽമുളക് ഇതും കൂടെ ചേർത്ത് ഉള്ളി ഇച്ചിട്ട് ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പിലേക്ക് ചേർക്കാം.